വയനാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടിലാണ് ഭൂമിയെന്ന് തോന്നണം. പക്ഷേ സർവേ നമ്പറുണ്ട്. പണ്ടത്തെ ഭൂമിയാണ്, പണ്ട് പട്ടയം കിട്ടിയ ഭൂമിയാണ്. പക്ഷേ ഈ ഭൂമിയുടെ പേര് തന്നെ ആനക്കാടെന്നാണ്. കാര്യം ആന ശല്യം ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് കാരണം ഈ സ്ഥലം ഒരു 100 പേരെങ്കിലും വന്ന് പല കാലങ്ങളായിട്ട് ഈ മനുഷ്യന് കടം വന്ന കാരണം ഈ സ്ഥലം ഇദ്ദേഹം വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കാര്യം വിൽക്കാൻ ഇതേ ഉള്ളൂ. പക്ഷേ ഇത് ആരും എടുക്കണില്ല. കാര്യം അങ്ങനെയുള്ള സ്ഥലമാണ്, ഏടാകൂടം പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോഴാ സ്ഥലം അത്രയ്ക്ക് വിൽക്കാനും പറ്റണില്ല, ആർക്കും വേണ്ടേം താനും. അയാൾ പറഞ്ഞതാണ് 100 പേരെന്നാണ് പറഞ്ഞത്. 100 പേരെങ്കിലും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആരുമില്ല. അവസാനം എന്ത് ചെയ്ത് അദ്ദേഹം വന്ന് ഉടമ്പടി എടുക്കാം. ഉടമ്പടി എടുത്തിട്ട് പിന്നെ സംഭവിച്ചത് ജസ്റ്റ് 7 ഡേയ്സ് കൊണ്ട് സാധനം വിറ്റും പോകും. ഒരിക്കലും വിൽക്കത്തില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ അയാളെ മരിച്ചാലും, അയാളെ മനസ്സിൽ ചിന്തിക്കണം. അതായത് അയാൾ മരിച്ചു പോയാലും ഈ സ്ഥലമൊന്നും വിറ്റ് പോകത്തില്ല. അപ്പം നമ്മൾ മരിക്കണ കാലത്താണെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും പോലും നടക്കാത്ത കാര്യങ്ങളെ പരിശുദ്ധ അമ്മ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് നടത്തും. ഇതിനാണ് ഉടമ്പടി ടൈം എന്ന് പറയണത്. ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട ടൈമാണ്. കാരണം ടൈമിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ഒരു കാലത്തും നടക്കാത്ത ഒരു കാര്യം, നമ്മൾ സമയം എന്താ പറയണത്, ഒരു കാലം എന്നല്ലേ പറയണത്. ഒരു കാലം എന്നുവെച്ചാൽ ഒരിക്കലും നടക്കാത്ത ഒരു സമയം ഈ സാധനത്തിന് കംപ്രൈസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെക്കും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ വളർച്ചയെന്ന് വിചാരിച്ചോ. മരത്തിന് ലീഫ് ടൈം ഉണ്ട്. ലീഫ് ടൈം എന്ന് വെച്ചാൽ ഇല ഉണ്ടാകുന്ന സമയം. അത് കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാകും, അതിൻ്റെ ബ്ലോസം ടൈമുണ്ട്, ഫ്ലവറിങ് ടൈമുണ്ട്, പൂക്കളുണ്ടാകുന്ന സമയം. അടുത്ത സമയം എന്താ, അതിൻ്റെ ഫ്രൂട്ട് ടൈമുണ്ട്, അതിൻ്റെ ഫലമുണ്ടാകുന്ന സമയം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഘട്ടമായിട്ട് നിൽക്കുന്നതാണ്. ഇതാണ് സ്വാഭാവികമായ സമയമെന്ന് പറയണത്. ഓരോ വിഷയത്തിൻ്റെയും ഇലയുടെ കാലം, പൂവിൻ്റെ കാലം, അതുപോലെ തന്നെ ഫലത്തിൻ്റെ കാലം. ഇനി നമ്മളുടെ ആവശ്യമെന്ന് പറയണത്, ഈ കാര്യങ്ങൾ ശരിയാണ്, പക്ഷെ നമ്മളുടെ ആവശ്യമെന്ന് പറയണത് ടൈമാണ്. ഈ ടൈമിൽ തന്നെ നടക്കണം കാര്യങ്ങൾ. നമുക്കും അറിയാം ഇതൊക്കെ വിറ്റ് മാറ്റാൻ. ഇവർ പറയല്ലേ ചോദിച്ചാൽ ഇതിപ്പോൾ സ്ഥലമൊന്നും വിറ്റ് മാറ്റത്തില്ല, റിയൽ എസ്റ്റേറ്റുകാരെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. സ്ഥലത്തിൻ്റെ കാര്യം ആരോടെങ്കിലും പറയുമ്പോൾ പറയുമോ ഇപ്പം മടുപ്പാണെന്ന് പറയും. ഇപ്പോൾ ഈ കയറ്റ് ഓഫീസിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് 10 കയറ്റ് ഞങ്ങൾക്ക് ഒരു ഓർഡർ വേണമെന്ന് പറയണമെങ്കിൽ അവർ ഉടനെ പറയും ഇപ്പം മടുപ്പാണെന്ന് പറയും. എപ്പോഴാണ് അത് പറയണത്? അവർ പറയണത് ജനുവരിയിലാണത് പറയണത്. ഡിസംബർ ജനുവരിയിലൊക്കെ ചെന്നിട്ട് കയറ്റ് ഓഫീസ് ചെന്നിട്ട് ഞങ്ങൾക്ക് ചകിരത്തെടുക്ക്, പപ്പടത്തെടുക്ക്, കയറ്റ് പോയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർഡർ തരണമെന്ന് ആരെങ്കിലും ഇത് നിർമ്മിക്കുന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ ഉടനെ ഇതുപോലെയുള്ള വലിയ കയറ്റുമതിക്കാർ പറയും ഇപ്പം മടുപ്പാണെന്ന് പറയും. റിയൽ എസ്റ്റേറ്റുകാരും പറയണില്ലേ ഇപ്പം മടുപ്പാണെന്ന് പറയണില്ലേ. അച്ഛാ ഒരു കച്ചവടം നടക്കണില്ല അച്ഛാ ഇപ്പം മടുപ്പാണെന്ന് പറയും. ഇപ്പം സ്വാഭാവികമായിട്ടും മടുപ്പായിരിക്കും ജീവിതം ചിലതിൽ. എന്തുകൊണ്ടാണ് കയറ്റ് ഓഫീസുകാർ അങ്ങനെ പറയണത്? അവർ ഇപ്പം ഈ സമയമില്ല, ഈ സമയത്താണ് കയറ്റി പോണത്. സെപ്റ്റംബർ ഒക്ടോബറിൽ കയറ്റിപ്പോയാൽ മാത്രമേ സായിപ്പിൻ്റെ നാട്ടിൽ ജനുവരി 1 പറയുമ്പോൾ ഡിസംബർ 29 പറയുമ്പോൾ അവിടെ പഴയ കയറ്റുപോയ എല്ലാവരും എടുത്ത് കത്തിച്ച് കളയും. അത് ജനുവരി 1 പുതിയ കയറ്റുപോയ ഇടും യൂറോപ്പിൽ എല്ലായിടത്തും. അതുകൊണ്ടാണ് ഇവർ ജർമ്മനിലൊക്കെ പോയി ഓർഡർ പിടിക്കണത്. ആ സമയത്ത് കയറ്റുപോയി ഇടുന്നത്. ആ കയറ്റുപോയി കയറിപ്പോണേ എപ്പോഴാണ്? കയർ ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കയറിപ്പോവും. പിന്നെ അങ്ങോട്ട് നവംബർ തൊട്ട് മടുപ്പായിരിക്കും. അപ്പോൾ എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മടുപ്പുണ്ട് ശരിക്കും. ഇപ്പോൾ മത്തിയുടെ സമയമുണ്ട്. സെപ്റ്റംബർ ഇടവ മാസം മത്തിയ സമയം. ഇടവം കഴിഞ്ഞ് പിന്നീട് 2-3 മാസം കഴിയുമ്പോൾ മത്തിയെ കാണത്തില്ല, കടലിൽ കാണത്തില്ല. അതിൻ്റെ ടൈം അതാ. ഇതിപ്പോൾ എന്ത് മാസമാണ്?
ഒക്ടോബർ അടുക്കാൻ പോകണം. ഇത് ആഗോലിയുടെ ടൈമാണിത്. കടലിലെ ആഗോലി ടൈമാണ്. ആഗോലി മാറ്റാൻ ഇങ്ങനെ കിളയായി വരുന്ന സമയമാണ്. ഇപ്പോൾ ന്യൂനമർദ്ദമാണ്. ഇത് കഴിയുമ്പോൾ കടലിപ്പണി ഉണ്ടാവും. ഇതാണ് മീൻ. ചില സമയത്ത് കറവെള്ളമെന്നും പറഞ്ഞ സാധനം വരും. കറവെള്ളം അത് ഈ ഭൂമിയുടെ അടിയിൽ നിന്നും പലതരത്തിലുള്ള മിശ്രിതങ്ങളെ കൂടിയിട്ട് ഇത് മോശമായിട്ടുള്ള വെള്ളം തന്നെ റിജക്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. ഭയങ്കര കറവെള്ളത്തിന് ഭയങ്കര മണമായിരിക്കും. കറവെള്ളം വന്നാൽ ചിലപ്പോൾ മീനുകളെല്ലാം ചെവിറ്റി ചത്തുപോയെന്നും വരും. ചിലപ്പോൾ മീനുകൾ അടുത്ത് വരത്തില്ല. സീസണായിട്ട് ആകുലി വരേണ്ട സമയമാണെങ്കിൽ പോലും കറവെള്ളം കിടക്കണ കാരണം തീരത്തേക്ക് സംഭവം വരത്തില്ല. അതാണ് ഓരോ കാലങ്ങൾ. മടുപ്പിൻ്റെ കാലമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ നമുക്ക് എഴുതി തള്ളാം. അയ്യോ ഇപ്പം മടുപ്പാണ്, ഇപ്പം കൊറോണയാണ്. ഹൈക്കോടതി പോലും കേസുകൾ കേൾക്കണത് വക്കീലും ജഡ്ജിയും കൂടി ഓൺലൈനിലാണ് കേൾക്കണത്. അപ്പം ഞാൻ വക്കീലിനോട് കേസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഫിസിക്കലായിട്ടല്ല കേൾക്കണത്. ഒരു കോഡ് നമുക്ക് തരും. ആ കോഡിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ജഡ്ജിയോട് നമ്മൾ സംസാരിച്ച് വേണമെങ്കിൽ ജഡ്ജിക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് കളയാൻ പറ്റും. കഴിഞ്ഞു, കേസ് തീർക്കുകയാണ്. കൊറോണ കാലത്ത് കുറേ സംഭവങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെയൊക്കെ നീതി കിട്ടാൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ പറയും. പൊതുവെ ഉള്ള സംസാരമാണ് ഇതൊക്കെ. അപ്പോൾ ഓരോരോ കാലത്തിന് സ്വാഭാവിക ദുരിതങ്ങളുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഓരോരോ കാലത്തിന് സ്വാഭാവിക ദുരിതങ്ങൾ. പക്ഷെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഇതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? നമ്മുടെ കാലം നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സിറ്റുവേഷൻ എന്താണെന്നല്ല പ്രശ്നം. പല കാര്യങ്ങളെ കൊണ്ടും പല സിറ്റുവേഷൻസും മോശമാണ്. പക്ഷേ സിറ്റുവേഷൻസ് മോശമാണെങ്കിലും ഇനി സിറ്റുവേഷൻസ് മോശമാണ്, ഇനിയിപ്പോൾ ഇതൊക്കെ ഈ സീസൺ കഴിയണം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഉടമ്പടിയിലെടുക്കുന്ന മക്കൾ ഈ വിഷയം നമ്മൾ സാഹചര്യത്തിന് സമർപ്പിക്കുകയല്ല, ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വിഷയങ്ങളൊന്നും നമ്മൾ സാഹചര്യത്തിനല്ല സമർപ്പിച്ചിരിക്കുന്നത്. ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിനാണ്. കാര്യം ചിലപ്പോൾ സാഹചര്യം അതായിരിക്കാം. ഇപ്പോൾ 69-ാമത്തെ സങ്കീർത്തനത്തിൽ സുന്ദരമായൊരു വാക്കുണ്ട്. 69-ാം സങ്കീർത്തനം, അതായത് 69:13 ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഏറ്റുപറഞ്ഞ് ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരണമേ. ഈ സാഹചര്യം മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിനും ഉചിതവും അനുചിതവും ഉണ്ട്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ഇപ്പം നമ്മളുടെ സ്വാഭാവികമായ ഭൗതിക സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യം മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ പോലും ഒരു വിഷയത്തിന് ഉചിതവും അനുചിതവും ഉണ്ട്. അനുചിതമായ സമയത്ത് നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ദൈവത്തിന് ആ സമയം അനുചിതമാണെന്ന് തോന്നിയാൽ നമ്മൾക്ക് ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. എന്താ പറയണത്? 69:13 ഏറ്റുപറഞ്ഞ് ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരണമേ. പക്ഷേ പ്രശ്നം എന്താ? ഇപ്പം ചില പേരക്കിടാങ്ങളില്ലേ, 10-20 വയസ്സുള്ള 22 വയസ്സൊക്കെ ഉള്ള പേരക്കിടാങ്ങളെ ചില പാപ്പന്മാർ എനിക്ക് ഞാൻ കൊടുക്കാൻ പോയിട്ടുണ്ടേ. മരിക്കണ കണ്ടീഷൻ ആകുമ്പോൾ പറയും. അപ്പം അവർ ചിലർ അല്ലെങ്കിൽ രോഗികൾക്ക് നമ്മൾ കുർബാന കൊടുക്കാൻ പറയും, അച്ഛാ എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് കണ്ണടഞ്ഞാൽ മതി എന്നത്. അത് എന്താ സംഭവം? ആ പേരക്കുട്ടിക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പാപ്പൻ എന്താ പറയണത്? അപ്പാപ്പൻ എടുത്ത് വളർത്തുന്ന കുഞ്ഞല്ലേ. അത് കാരണം അവളെ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കിയിട്ട് കർത്താവിനെ വിളിക്ക്. അതാണ് നമ്മൾ കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ അപ്പച്ചൻ പറയണത്, അച്ഛാ എൻ്റെ പേരക്കുഞ്ഞിൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് കണ്ണടഞ്ഞാൽ മതിയെന്ന് കർത്താവിനോട് പറയണമെന്ന്. അത് പക്ഷേ കർത്താവിൻ്റെ സമയം ഏതാണെന്ന് നമുക്കറിയില്ലേ. കർത്താവിൻ്റെ സമയം ചിലപ്പോൾ ഇവളുടെ 27-ാമത്തെ വയസ്സായിരിക്കും സമയം. പക്ഷേ അപ്പാപ്പനെന്താ പറയണത്? 27 വയസ്സാകുമ്പോൾ ഞാൻ ഈ ഭൂമി ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും തമ്മിൽ ചില സമയത്ത് പൊരുത്തപ്പെടാതെ നിൽക്കും. അപ്പോൾ ദൈവം എന്തു ചെയ്യും?
ഉചിതമല്ലെങ്കിൽ പോലും ചിലപ്പോൾ നീ ദൈവഭക്തനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ സമയത്തിലേക്ക് ദൈവം ഇത് ചേഞ്ച് ചെയ്യും. അത് നീ മനസ്സിലാക്കണം. സമയത്തിൻ്റെ ചേഞ്ചിങ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ 17-ാം സംഖ്യ അത് ആ സാഹചര്യം ഉണ്ട്. കാര്യം ഉചിതമല്ലെങ്കിൽ പോലും ദൈവം അത് ഉചിതമാക്കി നിൻ്റെ കാലത്ത് അത് ചെയ്തു തരും. സമയം പിടിച്ചിറക്കി കൊണ്ടുവരും. അതാണ് ഈ സങ്കീർത്തനം തന്നെ 69:17 എന്താ പറയണത്? 69 സങ്കീർത്തനം 69:17 അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ, ഞാൻ കഷ്ടതയിലകപ്പെട്ടു. എന്താ, അങ്ങയ്ക്ക് ഉചിതമെന്ന കാലത്ത് തോന്നുമ്പോൾ എനിക്ക് സഹായം ചെയ്യണതാണ് സ്വാഭാവികമായ സമയം. പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ കഷ്ടതയിലാണ്. നിങ്ങൾ ഈ വചനമൊക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് വേണം ഇത് പഠിക്കുക. അതായത് സങ്കീർത്തനം 69:17 നമ്മൾ ആദ്യം വായിച്ചതാണ്. ഈ സങ്കീർത്തനം തന്നെ 69:13 എന്താ പറയണത്? ദൈവമേ ഏറ്റു പറഞ്ഞേ, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പക്ഷെ ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് ഉത്തരം വെളിയായി അപ്പാപ്പൻ മരിച്ചു. അപ്പം എന്തു പറ്റും? അപ്പാപ്പന് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ബന്ധമാണ് മക്കളെ പ്രശ്നം. ഉടമ്പടി നിങ്ങളെ ദൈവവുമായിട്ട് ശക്തമായ ബന്ധത്തിൽ കൊണ്ടുവരും. ഉടമ്പടിയുടെ ഗുണവത ഈ വയനാടുകാരൻ മരിച്ചാലും ആ ആനക്കാട്ടി പുരയിടം വിറ്റുമാറത്തില്ല. കാട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ആർക്ക് വേണത്? പട്ടിക്ക് പോലും വേണ്ടാത്ത സ്ഥലമാണ്. പക്ഷേ അദ്ദേഹം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം അവസാനം വിറ്റുമാറുകയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സങ്കീർത്തനമാണ്. എന്താണ് സങ്കീർത്തനം 69:17 എന്താണ്? അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ. പ്രാർത്ഥിച്ചേ, അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ, ഞാൻ കഷ്ടതയിലകപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറയണത്? വേഗം എനിക്ക് ഉത്തരമരുളണമേ. അതാണ് വേഗത വരണത് അവിടെ. കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളിയാൽ മതിയെന്നാണ് ഈ മനുഷ്യൻ ആദ്യം 4 വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉചിതമെന്ന് തോന്നുന്ന കാലം, ദൈവത്തിന് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരമരുളിയാൽ വേറെ ചില കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അതുകൊണ്ട് സങ്കീർത്തനം ഞാൻ കഷ്ടതയിലകപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്നതിനേക്കാൾ ഉപരി വേഗത്തിലാണ് സംഭവം നടക്കേണ്ടത്. ഉടമ്പടി വേഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ ആനക്കാട്ടിലെ പുരയുടെ ഒരു കാലത്തും വിറ്റ് മാറത്തില്ല. അതുകൊണ്ട് പക്ഷേ അവനത് ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ തിരുസന്നെ വൃത്തിയും വേപരിച്ച് കഴിയുമ്പോൾ 80 കൊല്ലം കഴിഞ്ഞാൽ വിൽക്കാത്ത, അല്ലെങ്കിൽ 70 കൊല്ലം കഴിഞ്ഞാലും വിൽക്കാത്ത പുരയിടം 7 ദിവസം കൊണ്ടത് വിറ്റുമാറും. ഇത് ഒരനുഭവമല്ല, 2000-ഓളം അനുഭവങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കൃപാസനത്തിൻ്റെ. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ക്ലേശങ്ങൾ വരുമ്പോഴേ സങ്കീർത്തനം 34, 60, 56, 57 വായിക്കുമ്പോൾ തന്നെ കൃപാസനത്തിന് മുഴുവനും സാക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രയാസം വരുമ്പോൾ യൂട്യൂബിൽ കയറി സാക്ഷ്യങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കും. എന്ത് പറ്റും? അഭിഷേകം ഉണ്ടാവും, ആന്തരിക അഭിഷേകം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ ജീവിത ക്രമീകരണം തന്നെ അങ്ങ് ദാവീദിൻ്റെ ജീവിതവുമായിട്ട് അനപേക്ഷിതമായിട്ട് പൊളിച്ചെഴുതുകയാണ് നമ്മൾ. അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുന്ന കാലത്ത് ഉത്തരമരുളുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം. എങ്കിലും നിനക്ക് ദൈവത്തോട് ശരണമുണ്ടെങ്കിൽ ഏത് കഷ്ടകാലത്തും ക്ലേശകാലത്തും ദൈവത്തോട് ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധി വിട്ടുപോകാൻ തീരുമാനിക്കാതെ ദാവീദിനെപ്പോലെ ഒരു കോട്ട കണ്ടാലും അത് കർത്താവിൻ്റെ ചിറകാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ സംരക്ഷണം കർത്താവിൻ്റെ സംരക്ഷണമാണ്. കോട്ടയല്ല, എന്നെ ഗുഹയല്ല സംരക്ഷിക്കുന്നത്, എൻ്റെ കർത്താവാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് ദാവീദ്. അപ്പം നിനക്കിങ്ങനെ തോന്നുമായിരിക്കും, എന്നെ പോലീസ് സംരക്ഷിച്ചു, അല്ലെങ്കിൽ എന്നെ വക്കീൽ സംരക്ഷിച്ചു, അല്ലെങ്കിൽ എന്നെ ഡോക്ടർ സംരക്ഷിച്ചു, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിമാർ അല്ലെങ്കിൽ അങ്കിൾ എനിക്ക് പൈസ അയച്ചു തന്നു, അങ്കിൾ സംരക്ഷിച്ചു. ഇങ്ങനെ എന്ത് സംരക്ഷണം എവിടുന്ന് വന്നാലും ബേസിക്കായിട്ട്
യു ആർ ഗെറ്റിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഗോഡ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് സംരക്ഷണം അങ്ങനെ തോന്നണം. നിനക്ക് എവിടുന്ന് സംരക്ഷണം കിട്ടിയാലും അത് നിൻ്റെ ദൈവമാണ് നിന്നെ സംരക്ഷിക്കണമെന്ന് ദാവീദിനെ പോലെ നിനക്ക് പ്രഖ്യാപിക്കണം. ദാവീദ് ഒരു ഗുഹയുടെ അടക്കം കടത്തിരിക്കണം. കൊല്ലാൻ ഓടിച്ചിട്ടുണ്ട്, സാവൂൾ കൊല്ലാൻ ഓടിച്ചിട്ട് അവന് ഗുഹയ്ക്ക് ഒടിച്ചിരിക്കുമ്പോൾ ഗുഹയുടെ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ സംരക്ഷണത്തെ ഗുഹയെ കണ്ടിട്ട് ആ മനുഷ്യൻ പ്രഖ്യാപിക്കണം, ഇതെൻ്റെ കർത്താവിൻ്റെ ചിറകാണെന്ന് പറയും. ആരെന്ത് ഏത് സംരക്ഷണം നിനക്ക് നൽകിയാലും യു മസ്റ്റ് പ്രൊക്ലെയിം ദ providence of God. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ജീവിതം മുഴുവൻ ബലിയായിടുക. ഉള്ളിലൊരത്താരം ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായിടുക. ഉള്ളിലൊരത്താരം ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ഈ ജന്മം ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു നിൻ മുൻപിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്തവരുടെ വിഷയങ്ങളെ ഓർക്കുക. ഉടമ്പടി എടുക്കാനിരിക്കുന്നവരും നിങ്ങൾ കർത്താവിനെ തിരുസേന സമർപ്പിക്കാനിരിക്കുന്ന വിഷയങ്ങൾ ഓർക്കുക. ഇപ്പോഴ് കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളുടെ ജീവിത ദുരിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരെല്ലാവരും ഏകാഗ്രതയോടെ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ എൻ്റെ കണ്ണുനീര് കർത്താവ് മായ്ച്ച് കളയും. കിടപ്പ് രോഗികളാണിത് കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കിടന്ന് കരയുന്ന ഇടത് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇറ്റ് കവിളിലേക്ക് വീഴുന്നൊരു വ്യക്തിയെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വ്യക്തിയെ കിടപ്പ് രോഗത്തിൽ നിന്ന് കർത്താവ് ഇപ്പോഴും മോചിപ്പിക്കാം. ഏകാഗ്രതയോടെ കർത്താവാണ് നിൻ്റെ അടുത്തേക്ക് വചനത്തിലൂടെ വരുന്നത് എന്നോർത്ത് കർത്താവിൽ ആശ്വാസം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഏത് തരത്തിലുള്ള ആശ്വാസവും കർത്താവ് നിനക്ക് തരാൻ കഴിയും. ആശ്വാസങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ തരങ്ങളുണ്ട് കർത്താവിൻ്റെ ദർശനത്തിൽ. പ്രത്യാശയ്ക്ക് പോലും തരങ്ങളുണ്ടെന്നാണ് പറയണത്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ? ആശ്വാസങ്ങൾക്കും പ്രത്യാശകൾക്കെല്ലാം തരങ്ങളുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹോപ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹീലിംഗ്. കർത്താവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആശ്വാസത്തിനും സൗഖ്യത്തിനും എല്ലാം തരാതരങ്ങളുണ്ട്. ഏത് തരത്തിലും കർത്താവിന് നിന്നെ ആശ്വസിപ്പിക്കാം. മേ ബി ഇൻ ഫിസിക്കൽ, മേ ബി ഇൻ മെൻ്റൽ ഓർ സൈക്കിക്, മേ ബി ഇൻ സ്പിരിച്വൽ. ഏത് മേഖലയിലും നീ സൗഖ്യം പ്രാപിക്കും. മാനസികമാകാം, ശാരീരികമായും ആത്മീയമാകാം. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാവീദിനെ സംരക്ഷിച്ച ഗുഹയുടെ തണൽ പോലെ നിൻ്റെ ചിറകുകൾ കർത്താവ് വിനാശത്തിൻ്റെ കാലത്ത്
സങ്കീർത്തനത്തിൻ്റെ 59:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, 57:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും തിരുസഭയ്ക്ക് കർത്താവേ നിൻ്റെ ചിറക് നീട്ടി കൊടുക്കണമേ. അതുപോലെ തിരുസഭയിൽ വേദനിക്കുന്ന ഓരോ രോഗികൾക്കും കർത്താവേ ഉടമ്പടി ആശ്രയിച്ച് നാനാജാതി ഭക്തരുടെ കർത്താവേ പ്രാർത്ഥിക്കുന്ന ഉടമ്പടി പ്രാർത്ഥന എടുത്ത മക്കൾ കർത്താവേ, ഈ പ്രാർത്ഥന ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ കർത്താവേ, അവരാര് തന്നെയായാലും എന്ത് തന്നെ ക്ലേശങ്ങളായാലും കർത്താവേ നിൻ്റെ ചിറകുകൾ കർത്താവേ ഇപ്പോൾ അങ്ങനെ വിരിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ചിറകുകൾ കർത്താവേ ഇപ്പോൾ വിരിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം കർത്താവേ 69 കർത്താവേ 4 പ്രാർത്ഥിക്കുന്നു കർത്താവേ, 69:13 പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ അങ്ങേക്ക് ഉചിതമെന്ന് കരുണാസമ്പന്ന അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ പ്രാർത്ഥനയെ കർത്താവേ സങ്കീർത്തനം 69:17 അനുസരിച്ച് കർത്താവേ അങ്ങയുടെ തിരുസന്നിധി വീണ്ടും കർത്താവേ തിരുസന്നിധി കർത്താവേ തിരുത്തുന്നതിനോട് സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ അങ്ങയുടെ മനസ്സനുസരിച്ച് കർത്താവേ വേഗം അവന് ഉത്തരം കൊടുക്കുന്ന കർത്താവേ. മനുഷ്യൻ്റെ മാനുഷിക അവസ്ഥ തന്നെയായാലും ഈ രാജ്യത്തിൻ്റെ ഓരോ രാജ്യങ്ങളെ നിയമപരമായ അവസ്ഥകൾ എന്തു തന്നെയായാലും കർത്താവേ ആ നിയമത്തിൻ്റെ ഔചിത്യം കർത്താവേ, അതുപോലെ ലോകത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ഔചിത്യം കർത്താവേ അതിനേക്കാളെല്ലാം വലുതാണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യം കർത്താവേ. ആ കാരുണ്യം കർത്താവേ അങ്ങ് മരിച്ചുയർത്തെന്നേറ്റ് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ കർത്താവേ, അങ്ങയുടെ മക്കളൊക്കെ വേദന അനുഭവിക്കുന്നവർ, രോഗപീഡിതര്, ജീവിതം ദുരിതം തകർന്നവർ കർത്താവേ അവിടെ മേൽ ഈ നിമിഷം കർത്താവേ അങ്ങ് ഒഴുക്കമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് കുരിശിന്റെ അടയാളത്തില് ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടുക, നമ്മിൽ ആരും മുറിയാതിരിക്കുവാൻ. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി ജീവിതം ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ അണയുന്നു. സ്നേഹമോടെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വ്യത്യസ്തങ്ങളായ രോഗികളെ കർത്താവിൻ്റെ തിരുസനെ സമർപ്പിക്കുകയാണ്. അച്ഛൻ ഓരോ രോഗികൾ പറയുമ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ കൈകൾ വെക്കണം. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ കർത്താവിൻ്റെ കൈകളായി മാറുന്നു. ദാവീദ് സങ്കീർത്തനം നമ്മൾ വായിച്ചതാണ്. 57 സങ്കീർത്തനത്തിലെ കർത്താവെ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഗുഹയെ കർത്താവിൻ്റെ ചിറകായി വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ നിനക്കും പ്രഖ്യാപിക്കാം. നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളായിട്ട് നിനക്ക് പ്രഖ്യാപിക്കാം. എവിടെയാണ് രോഗം? നടുവിലാണ് രോഗമെങ്കിൽ, കിഡ്നി രോഗമാണെങ്കിൽ നടുവിൽ നീ കൈവെക്കണം. എന്നിട്ട് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാണെന്ന് നീ പ്രഖ്യാപിക്കണം. നീ പറയണം, ഇതെൻ്റെ കൈകളല്ല, ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവത്തിൻ്റെ കൈകളാണെന്ന് പറയണം. നീ ഹൃദയരോഗിയാണെങ്കിൽ നെഞ്ച് കൈവെക്കട്ടെ, നീ കരരോഗിയാണെങ്കിൽ നെഞ്ച് കൈവെക്കട്ടെ, നീ ടൗൺസൈഡിൻ്റെ അസുഖമുള്ളവരാണെങ്കിൽ, തൈറോയ്ഡ് അസുഖമുള്ളവരാണെങ്കിൽ തൊണ്ടയിൽ കൈവെക്കട്ടെ, നീ ശിരസിൻ്റെ രോഗമുള്ളവരാണ് തലയിൽ കൈവെക്കട്ടെ. എൻ്റെ കർത്താവേ, നിന്നെ സർവാംഗൻ രോഗിയാണെങ്കിൽ നീ കൈകൾ പിണച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തെ ഉള്ളം കാലും മുതച്ച് വരെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി മാത്രമല്ല ഈശോയെ, അനേകം ജീവിത ദുരിതങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക കേടുകളുള്ളവരുണ്ട് കർത്താവെ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ജോലി തടസ്സങ്ങളുള്ള കർത്താവെ, പരീക്ഷ തടസ്സങ്ങളുള്ള കർത്താവെ, കുടുംബത്തിന് ഭാഗവോടുപടി നടക്കാതുള്ള കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതുള്ള കർത്താവെ, വിവാഹം ഒത്തുവരാതുള്ള കർത്താവെ, കള്ളക്കേസ് അകപ്പെട്ടുള്ള കർത്താവ്, മുഴുവൻ ജീവിത ദുരിതങ്ങൾ യേശുവിന് സമർപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസ്ഥാനത്താണ് ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മയുടെ മധ്യത്വത്തിൽ ഇപ്പോഴുണ്ടാകുന്ന മാരക രോഗങ്ങൾ
ജീവിത ദുരിതങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഓരോ മനുഷ്യൻ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ കണ്ണീരിൻ്റെ അവസ്ഥകൾ, ജീവിത അവസ്ഥകൾ, അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഓരോ ശരണക്കരുകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രുതികടെ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. കുട്ടിയെ നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം.